കൃഷ്ണമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ റംഗ് color your life. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ റംഗ് color your life. ഹലോ, എല്ലാവർക്കും നമസ്കാരം. യു ആർ വാച്ചിങ് റേഡിയോ റംഗ് പ്രസന്റിംഗ് ചോക്ലേറ്റ് co-sponsored by മസാലി റെസ്റ്റോറൻറ്റ്, വനിത ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും വളരെ നാളെ ക്രിസ്മസ് ആണല്ലോ, ഇന്ന് ക്രിസ്മസ് ഈവ് ആണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ എന്താ പറയുക ഡെക്കറേഷൻസുമായി ഭയങ്കര ഞാനിപ്പോൾ തൊപ്പിയിലിട്ടിരുന്നാലേ ഞങ്ങളും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ സെലിബ്രേഷൻ്റെ ഭാഗമായി ഇന്ന് ചോക്ലേറ്റിൽ എത്തിയിരിക്കുന്ന 2 അടിപൊളി ചോക്ലേറ്റ്സ് ആണ്. ആൻഡ് ഞാൻ സ്ട്രെയിറ്റ് അവരിലേക്ക് തന്നെ പോവുകയാണ്. ലെറ്റ്സ് വെൽക്കം പരം വിനോജ് ആൻഡ് ആവണി സജിത് കുമാർ. വെൽക്കം ടു ചോക്ലേറ്റ്. താങ്ക് യു കൃഷ്ണ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ സെലിബ്രേഷൻസ് പോകുന്നു ക്രിസ്മസ് ആയിട്ട്? നന്നായിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരണം കുറച്ച് കഴിയുമ്പോൾ. ആദ്യത്തെ പാട്ടിലേക്ക് സ്ട്രെയിറ്റ് കിടക്കാം. ഏതാണ് ആദ്യത്തെ സോങ്? ആദ്യം ഞങ്ങളൊരു പ്രെയർ സോങ് പാടുവാണ്. ഓക്കെ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തി അറിയണമേ. ആ ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് എന്താണ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സ്പെഷ്യൽ? അടുത്ത് ഞാനൊരു കവിത ചൊല്ലാം. നമ്മളെ വിട്ടുപിരിഞ്ഞ സുഗതകുമാരി അമ്മയ്ക്ക് വേണ്ടി പ്രണാമം അർപ്പിച്ച് ഞാനൊരു കവിത. അപ്പോൾ പൂക്കളെയും ചെടികളെയും മരങ്ങളെയും അങ്ങനെ അവർക്കെല്ലാവർക്കും വേണ്ടി, പക്ഷി മൃഗാദികൾക്ക് വരെ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു കവിയത്രി, കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ കവിയത്രി സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് കവിതയിലേക്ക് കടക്കാം. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയിലെ ഏതാനും വരികൾ. കരയുന്നു ഗോകുലം മുഴുവനും
കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നു പത്രേ, പുൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനെത്തിങ്ങത്രേ. ഒന്നുമേ മിണ്ടാതനങ്ങാതെ ഞാൻ എൻ്റെ ഉമ്മറത്തിണ്ണയിലിരിക്കേ, രഥചക്രഘോഷം കുളമ്പൊച്ച ഞാൻ എൻ്റെ മിഴി പൊക്കി നോക്കിടും നേരം, നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നീ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ, കേണു നിൻ പിറകെ കുതിക്കുന്നു പൈകൾ. തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കേ. അറിയില്ല എന്നെ നീ എങ്കിലും കൃഷ്ണ, നിൻ രഥമെൻ്റെ കുടിലിനും മുന്നിൽ. കണ്ണീർ നിറഞ്ഞൊരാ മിഴികളൻ നേർക്കു ചായുന്നു, കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു. കൃഷ്ണ നീ അറിയുമോ എന്നെ, നീ അറിയുമോ എന്നെ. അപ്പോൾ ആദ്യത്തെ പാട്ടിലേക്ക് കടന്നാലോ? ആദ്യത്തെ ഏതാണ് പാട്ട്? ആദ്യം ഓക്കെ. അപ്പോൾ പരമാണ് ആദ്യം പാടുന്നത് അല്ലേ? ഓക്കെ. പരം ഏത് സോങ് ആണ് ഫസ്റ്റ് പാടാൻ പോകുന്നത് വ്യൂവേഴ്സിന് വേണ്ടി? അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ. ഓക്കെ ഓക്കെ. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, തെങ്ങിളനീരോ തേൻമൊഴിയോ മഞ്ഞിൽ വിരിഞ്ഞ നിലാവോ. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, തല്ലലം മൂളും കാറ്റേ പുല്ലാണിക്കാട്ടിലെ കാറ്റേ, തല്ലലം മൂളും കാറ്റേ പുല്ലാണിക്കാട്ടിലെ കാറ്റേ, കന്നിവയൽ കാറ്റേ നീ കൺമണിയുറക്കാൻ വാ. കന്നിവയൽ കാറ്റേ നീ കൺമണിയുറക്കാൻ വാ. നീ ചെല്ലം ചെല്ലം താ തെയ്യം തെയ്യം, നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം തുള്ളിത്തുള്ളി വാ വാ. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, തെങ്ങിളനീരോ തേൻമൊഴിയോ മഞ്ഞിൽ വിരിഞ്ഞ നിലാവോ. അടിപൊളി. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടെ ലൈവ് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് സുനിൽ അങ്കിൾ ഹായ്, വെൽക്കം ടു ദ ഷോ. അർച്ചന ആൻറ്റി ഹലോ. സുനിൽ അങ്കിൾ ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ് എന്ന് അറിയിച്ചിട്ടുണ്ട്. രവി അങ്കിൾ എത്തിയിട്ടുണ്ട്, അമൃത ആൻറ്റി എത്തിയിട്ടുണ്ട്, മിഥുൻ ഹർഷൻ എത്തിയിട്ടുണ്ട്, വേണി വിനോദ് ഫസ്റ്റ് റിക്വസ്റ്റുമായി വന്നിട്ടുണ്ട്. ഞാൻ ആ റിക്വസ്റ്റിലേക്ക് കടക്കാം.
ആൻഡ് സുനിൽ അങ്കിൾ ഗുഡ് സ്റ്റാർട്ട് പരം ആൻഡ് ആവണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാജി എനിക്ക് അങ്കിൾ നെക്സ്റ്റ് വേർഡ് വായിക്കാൻ മര്യാദക്ക് പറ്റുന്നില്ല, സോറി അങ്കിൾ. ഓൾ ദി ബെസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. രേണു സുദീപ് ഗുഡ് ജോബ് ആവണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഷ പ്രദീപ് എഗെയിൻ ഗുഡ് ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേറെ ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. റിക്വസ്റ്റ് കൂടുന്നതിന് മുമ്പ് ഞാൻ ആദ്യത്തെ റിക്വസ്റ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ റിക്വസ്റ്റ് വേണി വിനോദാണ് തന്നിരിക്കുന്നത്. ക്യാൻ യു സിംഗ് കണ്ണാന കണ്ണെ പ്ലീസ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഓക്കെ, ഞാൻ പാടാം. அலைக்கடலில் நடுவே அலைந்திடவா தனியே படகணவே உனையே பார்த்தேன் கண்ணே. புதை மணலில் விழுந்தேன் புதைந்திடவே இருந்தேன் குருதங்கையே இருந்தேன் மீத்தே என்னை. விண்ணோடும் மண்ணோடும் வாடும் பெருமூஞ்சல் மனதோறும் கண்பெட்டு நூல் விட்டு போகும் என ஏதோ பயம் கூடும். மயிலொன்றை பார்க்கிறே மழையாகி ஆடினே. இந்த உற்சாகம் போதும் சாக தோன்றும் இதே வினாடி. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா. பொன்னான நெஞ்சை பொன்னான கையால் பூ போல நீவாவா. நான் காத்து நின்றே காலங்கள் தோறும் என் ஏக்கம் தீருமா. நான் காத்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா. தண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா. ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ. സോ ആ സോങ് റിക്വസ്റ്റ് ചെയ്തത് വേണി വിനോദ് ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് രേണു സുധി പ്ലീസ് സിംഗ് ദ സോങ് ഏതോ വാർമുക്കിലൻ അറിയിച്ചിട്ടുണ്ട്. നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ. നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ. മാഞ്ഞു പോയൊരു ശ്രീരാഗം പോലെ കൈനിറഞ്ഞു ആസന്തം പോലെ തെളിയും ഇൻ ജന്മ പുണ്യം പോൽ ഏതോ വാർമുകിലി കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതഗാനായി വീണ്ടും എന്നിലേതോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ പരമിൻ്റെ നേരത്തെ പാടിയ സോങ്സിൻ്റെ ഇത് എന്താ പറയുക കമൻസ് കിട്ടിയത്. സുനിൽ അങ്കിൾ വെരി നൈസ് പരം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീതി AK കുറേ സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. അമൃത ആൻറ്റി സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇമോജി ഉണ്ട്. ഓക്കെ ഷിജോയ് പരം കിഡു എന്ന് പറഞ്ഞിട്ടുണ്ട്.
അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ജോബ് പരം ആൻഡ് ആവണി എന്ന് രഞ്ജിത്ത് പിള്ളൈ പറഞ്ഞിട്ടുണ്ട്. നിഷിൽ ഈരായി സൂപ്പർ പരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് കടന്നാലോ? അടുത്തത് അമൃത ആൻറ്റിൻ്റെ റിക്വസ്റ്റ് ആണ്. അമൃത ആൻറ്റി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വരമഞ്ഞളാടിയ. പാടാമോ? എനിക്കാണോ? ആഹാ, പരമിന് എന്ന പണി തപ്പണല്ലോ. പരം കുറെ നേരം വെറുതെ ഇരിക്കുന്നു, കയ്യും കെട്ടി ഭയങ്കര എന്താ അതിനൊരു പേരുണ്ടായിരുന്നല്ലോ, ഗൗരവം. യെസ്, ഭയങ്കര ഗൗരവം കയറ്റി ഇങ്ങനെ ഇരിക്കുക. ഓക്കെ ഓക്കെ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മൂടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ, വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. ഓക്കെ, സോ അടുത്ത സോങ്ങിലേക്ക്, അടുത്ത റിക്വസ്റ്റിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. ബഹ്റിൻ നാഷണൽ ഡേയോടനുബന്ധിച്ച് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അല്ലെങ്കിൽ IOC ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ സഹകരണത്തോടെ ഒരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ മികച്ച, അതായത് ബെസ്റ്റ് 10 ഫോട്ടോസിന് സമ്മാനമുണ്ട്. സോ December 26 മുൻപ് വാട്സപ്പ് ഓൾ ദോസ് ഫോട്ടോസ്. നല്ല ഫോട്ടോഗ്രാഫിക്ക് കഴിവുള്ളവർക്ക് എല്ലാം ഇതിൽ പങ്കെടുക്കാം. കേട്ടോളൂ, ബെസ്റ്റ് 10 ഫോട്ടോസിനായിരിക്കും സമ്മാനം ലഭിക്കാൻ പോകുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഇസ് December 26. സോ വേഗം തന്നെ അവർക്ക് ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 66334422. വെരി ഈസി നമ്പർ, ഓർത്തെടുക്കാം. 66334422 എന്ന നമ്പറിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി IOC ബഹ്റിൻ്റെ FB പേജ് സന്ദർശിച്ചാൽ മാത്രം മതി. സോ ഫോട്ടോഗ്രാഫി ക്രേസി ആയവർക്ക്, അതായത് ഫോട്ടോഗ്രാഫി പ്രാന്തന്മാർക്ക് വേഗം തന്നെ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്. IOC ബഹ്റിൻ ആണ് ഇത് നടത്തുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി. അടുത്ത റിക്വസ്റ്റിലേക്ക് കിടക്കാം. അടുത്തത് ഞാൻ പരമിനായിരിക്കും റിക്വസ്റ്റ് തരുന്നത്. ആഹാ, പരം 2 റിക്വസ്റ്റ് ഉണ്ട്. ഏതാണ് ആദ്യം വായിക്കേണ്ടത്? ഓക്കെ, ശില്പ വിശ്വനാഥ്. ശില്പ ചേച്ചി, ഹായ്. ഹായ് ചേച്ചി, കുറെ നാളായല്ലോ കണ്ടിട്ട്. പരം റിക്വസ്റ്റ് ഫോർ ശ്രീരാഗമോ. ഒരു വമ്പൻ റിക്വസ്റ്റ് ആണ്. പാവണിക്കും കുറെ റിക്വസ്റ്റ് വരുന്നുണ്ട്. പരമിനാണ് ഇപ്പൊ ഏറ്റവും അധികം റിക്വസ്റ്റ് വരുന്നുണ്ട്. താഴെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാം വായിച്ച കൺഫ്യൂഷൻ ആവും. 1 by 1 പോവാം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതല കൊതി തുള്ളി നിൽക്കും
നൽകുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ഓക്കെ, നെക്സ്റ്റ് ഉഷ ബെന്നിയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കോൺ തുജെ ഫ്രം MS ധോണി. ആവണിക്കുള്ള റിക്വസ്റ്റ് ആണല്ലേ? കണ്ടാ ചിരിക്കുന്നത്, എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോണ്ടിരിക്കുക പരം. സാറല്ല, അടുത്ത് വരുന്നുണ്ട്, കമ്മിങ് സൂൺ. तू आता है सीने में जब जब सांसें भरती हूँ, तेरे दिल की गलियों से मैं हर रोज गुजरती हूँ. हवा के जैसे चलता है तू, मेरे तुझे सी उड़ती हूँ. कौन तुझे यूं प्यार करेगा जैसे मैं करती हूँ. ओ, 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 आ, आ, आ. मेरी नजर का सफर तुझ पे ही आके रुके, कहने को बाकी है क्या, कहना था जो के चुके. मेरी निगाहें है तेरी निगाहों की, तुझे खबर क्या बेखबर. मैं तुझसे ही चुप चुप कर तेरी आंखें पढ़ती हूँ. कौन तुझे यूं प्यार करेगा जैसे मैं करती हूँ. ओ, 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 आ, പ്രീതി AK ആവണി ഹാർട്ട് ക്ലാപ്പ് ഇട്ടിട്ടുണ്ട്. സരിത ജി പിള്ളെ സൂപ്പർ ആവണി ഒരു ഹാർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അതിനു മുമ്പ് പരമിന് ഇഷ്ടമാവുന്ന ഒരു കമന്റ് ആട്ടോ ഞാൻ വായിക്കാൻ പോന്നെ. ക്രിഷ് പ്രേമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പരം യു ലുക്ക് ലൈക്ക് SPB എന്ന്. ഇഷ്ടായില്ലേ? അടിപൊളിയല്ലേ? മലയാളത്തിൽ ഏതൊക്കെ ആൾക്കാരുണ്ടോ അവരുടെ അത്രയ്ക്ക് പേരുകളൊന്നും അറിഞ്ഞൂടെങ്കിലും പുതിയ ആൾക്കാരുടെ പേര് മാത്രമേ അറിയുള്ളൂ. ഓ ഓക്കെ, അങ്ങനെ. ഓക്കെ, സോ നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടന്നാലോ? ഓക്കെ, സുനിൽ അങ്കിളാണ് അടുത്ത റിക്വസ്റ്റ് തന്നിരിക്കുന്നത്. പരമിനാണ് കേട്ടോ റിക്വസ്റ്റ്. പരം പ്ലീസ് സിംഗ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. റിക്വസ്റ്റ് ഫ്രം മാധവ്. ഹലോ മാധവ്. ഓക്കെ, അവന്റെ ഫുൾ കളക്ഷൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് പിള്ളെ ഒരു ക്ലാപ്പ് ഇട്ടിട്ടുണ്ട്. ഐശ്വര്യ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിനോദ് അങ്കിൾ ആവണി ക്ലാപ്പ് ഇട്ടിട്ടുണ്ട്. ആവണി യു സോ സ്വീറ്റ് എന്ന് കൃഷ് പ്രേം പറഞ്ഞിട്ടുണ്ട്. രേണു സുദീപ് താങ്ക് യു ആവണി എന്ന് പറഞ്ഞിട്ടുണ്ട് സോങ്ങിന്. പിന്നെ വേറൊരു റിക്വസ്റ്റ് വരുന്നുണ്ട്, അത് ഞാൻ വായിക്കാം. മായ സനൽ സൂപ്പർ ആവണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പരമിന് കുറച്ച് റിക്വസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂഷൻ. ഓ, ഇത് ഞാൻ പറയാൻ മറന്നുപോയി. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മെരി ക്രിസ്മസ്. നാളെയാണ് ക്രിസ്മസ്. എന്നാൽ മെരി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ഈവ് ആണല്ലോ. മെരി ക്രിസ്മസ് ഓൾ. യെസ്, ഇപ്പൊ ഞാനൊരു മെരി ക്രിസ്മസ് ഒരു അങ്കിൾ ഇട്ട സ്റ്റിക്കർ കണ്ടിട്ട് നമ്മൾ ഓർത്ത്, സോറി. എന്നാലും മെരി ക്രിസ്മസ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞില്ല? ഇല്ല, കിട്ടുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സെർച്ചിങ് ആണല്ലോ. ഓക്കെ, കിട്ടിയോ?
ഇല്ല, ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാനുള്ള പാടാ. ഇത് ഇന്ന് തീരോ? തീരും, കിട്ടണം തോന്നുന്നുണ്ടോ? ഓക്കെ, ഷിജു ആർട്സ് വീരൂട്ടാന്ന് പറഞ്ഞ് കുറെ ക്ലാപ്പ് ഇട്ടിട്ടുണ്ട്. എന്റെ പെറ്റ് നെയിം പോയി. അടിപൊളി. ജിബിൻ തോമസ് വീരു ബ്രാക്കറ്റിൽ പരം, ഗുഡ് ജോബ് ഡിയർ, ഗോഡ് ബ്ലെസ് യു. ഷാജി പരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓക്കെ, നമ്മുടെ മസാലി റെസ്റ്റോറൻറ്റ് കോണ്ടസ്റ്റിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് കടക്കാം. ഇന്നത്തെ കോണ്ടസ്റ്റിൻ്റെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇന്നിപ്പോൾ ക്രിസ്മസ് ആണല്ലോ, ഇന്നല്ല നാളെയാണല്ലോ ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ ക്രിസ്മസ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നമ്മുടെ സാന്റാ ക്ലോസ് ഇല്ലേ, നമ്മുടെ ഡിയർ സാന്റാ അപ്പൂപ്പൻ, സാന്റാ ക്ലോസിൻ്റെ എന്താ പറയുക, സ്ലേയിൽ എത്ര റെയിൻഡിയേഴ്സ് ഉണ്ട്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്പർ മാത്രം പറഞ്ഞാൽ മതി. എത്ര റെയിൻഡിയേഴ്സ് ഉണ്ടെന്നാണ് ഇന്നത്തെ മസാലി റെസ്റ്റോറൻറ്റ് ക്വസ്റ്റ്യൻ. സോ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ക്രിസ്മസിൻ്റെ കട്ട ഫാൻസ് ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ മിക്കവർക്കും ആൻസേഴ്സ് അറിയുന്നതായിരിക്കും. സോ വേഗം തന്നെ കമൻറ്റ് ചെയ്യുക, ബിക്കോസ് യു വിൽ ബി ഗെറ്റിംഗ്, അതായത് വിന്നർ വിൽ ബി ഗെറ്റിംഗ് മസാലി റെസ്റ്റോറൻറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഡിന്നർ കൂപ്പൺ. ആൻഡ് വെറും ഡിന്നർ കൂപ്പൺ അല്ല, അടിപൊളി ഡിന്നർ കൂപ്പൺ ആണ്. അവിടെ പോയി കഴിച്ചിട്ടുള്ള ആളാണ് ഞാൻ. സത്യമായിട്ടും സൂപ്പർ ടേസ്റ്റ് ആണ്. ബാക്കി പറഞ്ഞാൽ ഞാൻ വിശക്കും, എനിക്ക് തന്നെ വിശക്കും, പിന്നെ ബ്രേക്ക് എടുക്കേണ്ടി വരും. പക്ഷേ സത്യമായിട്ടും അവിടെ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവിടുത്തെ സൂപ്പർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇന്റീരിയർ ഡിസൈനിങ്. അഥവാ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെങ്കിൽ അതും അവിടെ നിന്ന് നടക്കുന്നതായിരിക്കും. സോ പേര് മറക്കണ്ട, മസാലി റെസ്റ്റോറൻറ്റ്. വേഗം തന്നെ കമന്റ് ചെയ്യുക, സാന്റാ ക്ലോസിന്റെ സ്ലേയിൽ എത്ര റെയിൻഡിയേഴ്സ് ഉണ്ട്? നമ്പർ മാത്രം പറഞ്ഞാൽ മതി. ആൻഡ് ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ഫോർ ടുഡേ. കിട്ടിയോ? ഓക്കെ, അപ്പൊ എന്തായിരുന്നു സോങ്? അരികിൽ പാട്ട് വരുമ്പോൾ അല്ല, അത്ര ലോങ് സെർച്ചിങ് ആയിരുന്നില്ലേ? ഓക്കെ, സോങ്ങിലേക്ക്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ ഇന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ ഇന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലിലർച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ ഇന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. സോ മാധവിന്റെ റിക്വസ്റ്റ് ആയിരുന്നു അത്. നെക്സ്റ്റ് സുജ രാഗേഷ്, ആവണി ചേച്ചി, വി ആർ പൊന്നു ആൻഡ് ചിന്നു cousins. Okay, can you sing a few lines of sa 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 song for us? എനിക്ക് ആ പാട്ട് ഞാൻ പണ്ട് പാടിയിട്ടുള്ള, അപ്പം ജസ്റ്റ് ആ ഒരു ഓർമ്മ വെച്ച് ഞാൻ പാടാം. ഓക്കെ, അല്ല ഈ സോങ് ഫിലിം സോങ് ആണ്? ഇല്ല, മറ്റേ തമിഴ്
അഴകി ഓക്കെ 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 മനസ്സിലായി ഓക്കെ. സാ 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 നി സരി സ പ മമ ഗ ഗ ഗ സ നി പ പ സാ 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 നി സരി സ പ മമ ഗ ഗ ഗ സ നി പ പ ഗ മ ദ നി സ നി രി സ അഴകേ അഴകേ എതവും അഴകേ അൻപിൻ വിരിയിൽ എല്ലാം അഴകേ. Okay, so cousins will be happy, I hope. Of course they will be happy. പണ്ടിങ്ങനെ കൊച്ചിലെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിങ്ങനെ കേട്ട് കേട്ട് അതാണ് ഫേവറേറ്റ് സോങ്. ആ കൊച്ചിലെ ആ സമയത്ത് അത് ഇറങ്ങിയപ്പോ അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഞാനത് പാടി. ആ മൂവി കണ്ടിരുന്നോ? ആ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇല്ല പേടിക്കണ്ട ഞാൻ പണിയൊന്നും തരില്ല. ക്രിസ്മസിന് ഞാൻ ഇങ്ങനെ കൈ പോയതേ ഉള്ളൂ, അപ്പത്തേക്ക് ഇല്ല ഹാർട്ട് അറ്റാക്ക് മൊത്തം വന്നു തോന്നുന്നത്. അങ്ങനത്തെ മുഖം ഫേസ് എക്സ്പ്രഷൻ ആയിരുന്നു കാണേണ്ടത്. ഒന്നുമില്ല, ശ്വാസം വലിച്ചു വിടുക. ഓക്കെ, എങ്ങനെയുണ്ട് ക്രിസ്മസ് എന്താ പറയാ ആഘോഷങ്ങൾ? ക്രിസ്മസിന്റെ എങ്ങനെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തോ? ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട്? അങ്ങനെ ഒന്നുമില്ല, കാരണം ഇപ്പൊ ഈ ഒരു പാൻഡമിക് ഒക്കെ കാരണം പിന്നെ ഞങ്ങളിങ്ങനെ പ്ലം കേക്ക് ഒക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരു സാധാരണ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലൊക്കെ സെലിബ്രേഷൻ. ഓക്കെ, പ്ലം കേക്ക് ആണോ ഇഷ്ടം? പ്ലം കേക്ക് ഇഷ്ടാണോ? ആ അത് അങ്ങനെ അങ്ങനെ എല്ലാം ഇങ്ങനെ കുറെ കേക്കുകളുണ്ടല്ലോ, അപ്പൊ അതിന്റെ പ്രത്യേകിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല. കൂടുതലും ഇഷ്ടം ചോക്ലേറ്റ് കേക്ക്സ് ഒക്കെ. ഈ ക്രിസ്മസിന് കിട്ടുന്ന പ്ലം കേക്ക്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനല്ല, അതിൽ കുറെ മറ്റേ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല, ടൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ സംഭവങ്ങൾ, അതെനിക്ക് ഇഷ്ടമല്ല. വെറും പ്ലെയിൻ കേക്ക് ആയാലും കൂടി ഞാൻ ഫുൾ തിന്നിട്ട്, പക്ഷെ പ്ലം കേക്ക്സ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് കേക്കൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ ഇവിടെ താഴെ ഗുദേബിയയിൽ താഴെ ഒരു അടിപൊളി എന്താ പറയുക സ്നാക്സിന്റെ ഷോപ്പുണ്ട്. ഒരു ഷോപ്പാണ്, സ്നാക്ക് ഷോപ്പ് ഉണ്ട്. അവിടെ അടിപൊളി ഉഴുന്നുവടയും പഴംപൊരി, നാസിറങ്ങളുടെ ഷോപ്പാണ്. സോ അങ്കിളുടെ ഫുഡ് കഴിച്ച പിന്നെ സ്ഥിരം കസ്റ്റമർ ആയി പോവും. അങ്ങനത്തെ അടിപൊളി ഇതാ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയാ ഉഴുന്നുവടയും പിന്നെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ രണ്ടും മുക്കി. അങ്ങനെ പ്ലം കേക്ക് എനിക്ക് ഇഷ്ടമല്ല. അതാ പ്ലം കേക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ എക്സെപ്ഷണൽ. ഓക്കെ, സോ അടുത്തതിലേക്ക് കടക്കാം. അടുത്തത് പരമനാണ് കേട്ടോ. തോന്നി. വിദ്യ സന്ദീപാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. പരം കണ്ണേ കലേമാനെ സോങ് പ്ലീസ്. ഇനി ഇത് തപ്പിയെടുക്കാൻ എത്ര സമയം കിട്ടും? എന്താ നേരത്തെ ഇല്ലല്ലേ? അതെ, ഓക്കെ, അടിപൊളി. ഓക്കെ, സോ സന്ദീപ് വി ബി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുനിൽ മാത്യു പരം ആൻഡ് ആവണി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യ വേറെ റിക്വസ്റ്റുമായി വന്നിട്ടുണ്ട്, കിട്ടിയോ? സനൽ കുമാർ ഗോപിനാഥ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമൻ ദീപ് സണ്ണി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീനു മുകേഷ് അടിപൊളി, കുറേ ഇമോജി ഇട്ടിട്ടുണ്ട്. സന്തോഷ് വീരൂട്ട എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എന്ത് നല്ല പേരല്ലേ വീരൂട്ടൻ, നല്ല പേരല്ലേ? അതല്ല, ഇത് കേട്ട് കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ ഇത് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞ നമ്മള് സ്നേഹത്തോടെ വിളിക്കുന്നതല്ലേ. സ്നേഹത്തോടെ വിളിക്കുന്നതായാലും പുറത്തെന്ന് വീരൂട്ടൻ, വീരം ഉള്ള ആള് അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത്. വീരു എന്ന് പറയുമ്പോ എന്ന് വെച്ചാൽ എല്ലാത്തിലും കുസൃതി കാണിക്കുന്നവന്നൊക്കെ പറയുന്നത്. പിന്നെ സ്വഭാവം അനുസരിച്ചല്ലോ ആൾക്കാർ പേരിടാം. പിന്നെ അങ്ങനെയല്ലോ. വീരം എന്ന് പറഞ്ഞ ധൈര്യം എന്നൊക്കെയുള്ള അർത്ഥമല്ലേ? ശരിയാ, നല്ല പേരല്ലേ? നല്ല പേരല്ലേ? ഓക്കെ, സോങ്ങിലേക്ക്. കണ്ണേ കലൈമാനെ കണ്ണിമയിലെണ കണ്ടേനോനെ നാനേ. കണ്ണേ കലൈമാനെ കണ്ണിമയിലെണ കണ്ടേനോനെ നാനേ. அந்திப்பகல் உன்னை நான் பார்க்கிறேன், ஆண்டவனை இதுதான் கேட்கிறேன். ராரிராரோ ஓ ராரிரோ, ராரிராரோ ஓ ராரிரோ.
കണ്ണേ കലൈമാനേ കണ്ണിമയിലെന കണ്ടേനുനെ നാനേ. ஊமை என்றால் ஒரு வகை அமைதி, ஊமை என்றால் ஒரு வகை அமைதி. ஏழை என்றால் அதில் ஒரு அமைதி, ஏழை என்றால் அதில் ஒரு அமைதி. நீயோ கிளிப்பேடு பண்பாடும் ஆனந்த கோயில் பேடு, ஏனோ தெய்வம் செதி செய்தது பேதே போல விதி செய்தது. கண்ணே கலைமானே கண்ணிமயிலென കണ്ടേനുനെ നാനേ. നെക്സ്റ്റ് സനൽകുമാർ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വല്യച്ഛന. ഓക്കെ, സോ പാട്ട്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. ഇന്നിൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. എൻ വിരൽ തുമ്പിൽ നിന്ന വർണ്ണരേണുക്കൾ എൻ നെഞ്ചിലാകെ പടർന്നു. ഒരു പൂമ്പുലർ വേള വിടർന്നു, ഓ പൂമ്പുലർ വേള വിടർന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. അപ്പം മജാലി റെസ്റ്റോറൻറ്റ് ഇന്നത്തെ കോണ്ടസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ സാന്താക്ലോസിന്റെ സ്ലേയിൽ എത്ര റെയിൻഡിയേഴ്സ് ഉണ്ട് എന്നതാണ് ഇന്നത്തെ ഈ ആഴ്ചത്തെ ക്വസ്റ്റ്യൻ. വിന്നറിന് ലഭിക്കാൻ പോകുന്നത് മസാലി റെസ്റ്റോറൻറ്റിന്റെ ഡിന്നർ കൂപ്പൺ ആണ്. സോ വേഗം തന്നെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്തവർക്കും കമന്റ് ചെയ്യാട്ടോ. സോ വേഗം തന്നെ കമന്റ് ചെയ്യുക ആൻസേഴ്സ്. സാന്താക്ലോസിന്റെ സ്ലേയിൽ എത്ര റെയിൻഡിയർ ഉണ്ട് എന്നതാണ് ഈ ആഴ്ചത്തെ ക്വസ്റ്റ്യൻ. ജെസിയ ഫർസ് രണ്ടുപേരും അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം മെരി ക്രിസ്മസ് അറിയിച്ചിട്ടുണ്ട്. മിജോഷ് മൊറാറ സോറി അങ്കിൾ മിജോഷ് അങ്കിൾ ഹാപ്പി ക്രിസ്മസ് അറിയിച്ചിട്ടുണ്ട്. സരിത ജി പിള്ളെ ആവണി പവിഴമഴ എൻ്റെ അപ്പച്ചിയാണ്. എനിക്ക് ആ പാട്ട് അത്ര അറിയില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? എൻ്റെ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം സാധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും സാക്ഷിയാമ്പാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. അത്രേ അറിയുള്ളൂ. ഓക്കെ, സോ
ഇവിടെ ഒരുപാട് പേര് വേറെ ഡിഫറെന്റ് ആൻസേഴ്സ് അറിയിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് മായ സനൽ നെക്സ്റ്റ് റിക്വസ്റ്റ് പ്ലീസ് സിംഗ് മേലെ മേലെ മാനം സോങ്. ഓക്കെ, അതും എൻ്റെ എന്താ വല്യമ്മയാണ്. ഓക്കെ. മേലെ മേലെ മാനം മാനം മേലെ മണ്ണിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം മേലെ മണ്ണിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. ഇതും എനിക്ക് അറിയത്തില്ലെന്ന്, പക്ഷെ എൻ്റെ അനിയൻ കോമ്പറ്റീഷന് പാടി അങ്ങനെ കേട്ടു പഠിച്ച. നെക്സ്റ്റ് റാണി പ്രസിൻ പരം പ്ലീസ് സിംഗ് അല്ലിയിലം പോവോ. അത് പാടി കഴിഞ്ഞു പോയി. ഓക്കെ, സോറി കേട്ടോ. അത് എന്നാ റാണി ആന്റിക്ക് വേണ്ടി വേറൊരു സോങ്. വിവേക് അങ്കിൾ സാഗരങ്ങളെ പാടി പ്ലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി സാഗരങ്ങളെ സോങ്. ഓക്കെ. ഷിജോയ് വാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷിജോയ് അങ്കിൾ. മനോജ് എം കുറുപ്പ് നൈസ് ആവണി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ റിക്വസ്റ്റ് ആണ്. സുജ രാകേഷ് താങ്ക് യു സോ മച്ച് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഇടയിൽ കുറച്ച് ആൻസേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇടയിന്നാണ് പാടുന്നത്, പക്ഷെ ഇടയിന്നാണ് ഇത് ഈ പാട്ടിന്റെ തുടങ്ങുന്നത്. ഓക്കെ. പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ, പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയം ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതു കരങ്ങൾ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. നെക്സ്റ്റ് വേണി വിനോദ് ക്യാൻ യു സിംഗ് എ ഡ്യുവറ്റ് പ്ലീസ്. ഓക്കെ, പാടാം. ഓക്കെ. ഏതാണ് സോങ്? ആക്ഷൻ ഹീറോ ബിജു. ഓക്കെ ഓക്കെ, ഞങ്ങളപ്പോ ഒരു ആക്ഷൻ ഹീറോ ബിജുവിലത്തെ പൂക്കൾ പനിനീർ പൂക്കൾ. ഓക്കെ. അവിടെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കിട്ടി. രണ്ടുപേർക്കും ഒരുമിച്ചാണല്ലോ കിട്ടി. ഓക്കെ. ചിലതിന്റെ സ്ഥലം അറിയാൻ പറ്റുന്നോണ്ട് അപ്പൊ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഈ പരിപാടി തീരുമ്പോഴത്തേക്ക് എല്ലാത്തിന്റെ പൊസിഷൻ ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ ഈണം കിളിതന്നീണം നീയും കേൾക്കുന്നുണ്ടോ വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ പോരേണം നീ കൂടെ ഇനിയൊഴുകാം
വഴിയേ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഈ വഴിയവരും നറുമഴയും ഇളവയിലും ഈ വണി മുഴുവൻ ഹിമമണിയും നിലപൊഴിയും. ഇതുവഴി പോയിടും മൃദു പലതെന്നാലും ഇതുവഴി പോയിടും മൃദു പലതെന്നാലും മാനസമാകെ നമ്മൾ നെയ്യും വസന്തം മായരുതെങ്ങും 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 മായരുതെങ്ങും. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? അപ്പൊ നെക്സ്റ്റ് ആവണിക്കുള്ള റിക്വസ്റ്റ് ആണ്. സുനിൽ അങ്കിളാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആവണി പ്ലീസ് സിംഗ് പാടുന്നു ഞാൻ ഇന്ന്. അറിയോ? പാട്ടറിയില്ല. ഓക്കെ, നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക്. ഞാൻ എന്നാ വേറൊരു പാട്ട് പാടാം. ഓക്കെ. അപ്പത്തേക്ക് പരമിന്റെ സോങ് കണ്ടുപിടിച്ച് വെച്ചോ. മുകേഷ് എന്നും ആണ് അടുത്ത റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. പരം ക്യാൻ യു സിംഗ്? അയ്യോ, അത് പാടിയതാ. കലേമാനെയാണ് അങ്കിൾ ആവശ്യപ്പെട്ടത്, പാടിയിരുന്നില്ലേ? അടുത്ത റിക്വസ്റ്റ് ഉണ്ട്, പേടിക്കണ്ട. സന്തോഷ് അങ്കിൾ ആണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. പരം ആ സോങ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി. അപ്പൊ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചോ ആവണീന്റെ സോങ്ങിലേക്ക്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് പാടാം. ഓക്കെ. സാഗരം മാറിലേറ്റും കതിരോൺ വീണെരിഞ്ഞു കാതരി നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ കടലല തൊടു നിറമാർന്നു നിൻ കവിളിലും അരുണിമ പൂത്തുവോ പ്രണയമൊര സുലഭ മധുരമാം നിർവൃത്തി ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ ഒരു രാ പാടി പാടും ഈണം കേട്ടതില്ലേ പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങിയില്ലേ എൻ നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. സോ അടുത്തത് പരമിന്റെ സോങ് അല്ലേ? സന്തോഷ് അങ്കിളും മുകേഷ് എന്നും അങ്കിളിന്, രണ്ട് അങ്കിൾസിനും വേണ്ടിയിട്ടാണ് ഈ ലയം സാന്ദ്രലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാതസോപാനരാഗലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാതസോപാനരാഗലയം ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം ദേവദുന്ദുഭി സാന്ദ്രലയം നീരവഭാവം മരതകമണിയും സൗവർണികാതീരഭൂവിൽ നീരവഭാവം മരതകമണിയും സൗവർണികാതീരഭൂവിൽ പൂവിടും നവമല്ലികാലതകളിൽ സർഗോന്മാദ ശ്രുതിവിലയം ദേവദുന്ദുഭി സാന്ദ്രലയം
ദിവ്യ വിവാദ സോപാനരാഗലയം. അടുത്തത് പരമിനാണ് റിക്വസ്റ്റ്, കൈലാസ് ആണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹായ് കൈലാസ്, പ്ലീസ് സിംഗ് നീലരാവിൽ ഇന്നു നിന്റെ. ആൻഡ് ആവണിക്കുള്ള റിക്വസ്റ്റ് ഐശ്വര്യ ആണ് തന്നിരിക്കുന്നത്. ആവണി പ്ലീസ് സിംഗ് വാതുക്കല് വെള്ളരിപ്രാവ്. സെർച്ച് ചെയ്യണ്ട അല്ല, ഓക്കെ. ആവണി സോങ്ങിലേക്ക് വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്. വാതിക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്. കാറ്റുപോലെ വട്ടം വെച്ച് കണ്ണിടയിൽ മുത്തം വെച്ച് ശ്വാസമാകെ തീ നിറച്ച് നീ എന്ന റോഹ് റോഹ് ഞാവൽ പഴ കണ്ണീമയ്ക്കുന്നേ മൈലാഞ്ചിക്കാട്. അത്തറിന്റെ കുപ്പി തുറന്നേ മുല്ല ബസാറ്. ദിക്കര മൂളണ തത്തകളുണ്ട് മുത്തുകളായവ ചൊല്ലണതെന്ത്. ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട് പ്രേമത്തിൻ തുണ്ട് പ്രിയനേ പ്രേമത്തിൻ തുണ്ട്. വാതിക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. സോ നെക്സ്റ്റ് പരമിന്റെ സോങ് കൈലാസ് അല്ലേ റിക്വസ്റ്റ് ചെയ്ത്. നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി. നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി. സോമബിംബകാന്തിന്നു ശീതളാംഗമേകി. പാർവതി പരിണയയാമമായി ആതിരേ ദേവാംഗനേ കുളിരലയിൽ ഗോരോജനമെഴുതാനണയൂ. നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി. ശ്യാമരാജിയിൽ രാവിന്റെ സൗരഭങ്ങളിൽ രാഗപൂരമാർന്നു വീഴുമാരവങ്ങളിൽ. ശ്യാമരാജിയിൽ രാവിന്റെ സൗരഭങ്ങളിൽ രാഗപൂരമാർന്നു വീഴുമാരവങ്ങളിൽ. പനിമതിമുഖി ബാലേ ഉണരൂ നീ ഉണരൂ. അരികിൽ നിറമണിയും പടവുകളിൽ കതിരൊളി തഴുകും നിളയിൽ സ്വരമൊഴുകി ധനുമാസം ഋതുമതിയായി. നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി. സോമബിംബകാന്തിന്നു ശീതളാംഗമേകി. അടുത്തത്
സന്തോഷ് അങ്കിൾ റിക്വസ്റ്റ് ചെയ്തതാണ്. ആവണി പ്ലീസ് സിംഗ് യമുന വെറുതെ പാടുന്നു യാദവ. ശശി അങ്കിൾ അമ്മാമ്മയുടെ വീരൂട്ടൻ അടിപൊളി എന്നിട്ടിട്ടുണ്ട്. നയന ദിനേശ് ബോത്ത് ഓഫ് യു ആർ ഡൂയിങ് ഗുഡ് ജോബ്, സൂപ്പർബ് ആവണി ആൻഡ് പരം. രശ്മി ആൻറ്റി ഹായ്, ആൻറ്റി റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. റിക്വസ്റ്റ് അല്ല സോറി, ഒരു മെസ്സേജ് ലീവ് ചെയ്തിട്ടുണ്ട്. ആവണി ഹായ്, ദിസ് ഇസ് രശ്മി ടീച്ചർ വിത്ത് യു, സോ ഹാപ്പി ടു സീ യു ഹിയർ. താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച്. യെസ്, സോങ്ങിലേക്ക്. യമുന വെറുതെ പാടുന്നു, യാദവം ഹരിമാധവം ഹൃദയഗാനം. യമുന വെറുതെ പാടുന്നു, യാദവം ഹരിമാധവം ഹൃദയഗാനം. നന്ദനം നരുചന്ദനം ശൗരേ കൃഷ്ണ, വിരഹവധുവാമൊരുവൾ പാടി വിദുരമാമൊരു ഗീതം. വിരഹവധുവാമൊരുവൾ പാടി വിദുരമാമൊരു ഗീതം, ഒരു മൗന സംഗീതം. യമുന വെറുതെ പാടുന്നു, യാദവം ഹരിമാധവം ഹൃദയഗാനം. നെക്സ്റ്റ് ഷിജോ ഞങ്ങളാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിംഗ് രാത്തിങ്കൾ പൂത്താലി. സുനിൽ അങ്കിൾ പരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അരുൺ വിരൂട്ട പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കമന്റുകൾ ഞാൻ ഒച്ചത്തി വായിക്കും. അമൽ സോമൻ സൂപ്പർ വോയിസ്, നൈസ് സോങ് മോനു. സരിത ജി പിള്ളെ ഒരു റിക്വസ്റ്റുമായി വന്നിട്ടുണ്ട്. ഷിജോയ് അങ്കിൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അരുൺ ആവണിക്കുട്ടി ക്ലാപ്പ് ചെയ്തിട്ടുണ്ട്. ജോഷി ഗുരുവായൂർ കുറേ ഇമോജീസുമായി വന്നിട്ടുണ്ട്. സോങ്ങിലേക്ക് കിടക്കാം. രാത്തിങ്കൾ പൂത്താലി ചാർത്തി, കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി, കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാലില്ല കോലായിൽ പൂവില്ല പുൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. രാത്തിങ്കൾ പൂത്താലി ചാർത്തി, കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. നോവുകൾ മാറാലമോടും മനസ്സിൻ്റെ, നോവുകൾ മാറാലമോടും മനസ്സിൻ്റെ മച്ചില ശ്രീദേവിയായി. മംഗളപ്പാലയിൽ മലർകുടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി, കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. സോ ബഹ്റൈൻ നാഷണൽ ഡേയോടനുബന്ധിച്ച് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അല്ലെങ്കിൽ IOC ബഹ്റൈൻ ഇസ് കണ്ടക്ടിങ് ആൻ ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് ഇൻ
അസോസിയേഷൻ വിത്ത് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അവരുടെ സഹകരണത്തോടെ IOC ബഹ്റൈൻ ഇസ് കണ്ടക്ടിങ് ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ്. അപ്പോൾ 10 മികച്ച ഫോട്ടോസിന് സമ്മാനങ്ങളുണ്ട്. ആൻഡ് December 26 മുമ്പ് അവർക്ക് നിങ്ങൾ അടിപൊളി ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ December 26 മുൻപ് തന്നെ വാട്സപ്പ് നമ്പർ 66334422 എന്ന നമ്പറിലേക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുക. യു ക്യാൻ ബി ദ വിന്നർ. സോ ബെസ്റ്റ് 10 ഫോട്ടോസ് ആയിരിക്കും. വേഗം തന്നെ ഇതുവരെ ഫോട്ടോസ് ഒന്നും കയ്യില്ലെങ്കിൽ വേഗം പോയി ഫോട്ടോ എടുക്കുക, വേഗം അയച്ചു കൊടുക്കുക. ആൻഡ് ബെസ്റ്റ് 10 വിന്നേഴ്സിന് ലഭിക്കുന്നതായിരിക്കും സമ്മാനങ്ങൾ. ഫോർ മോർ ഡീറ്റെയിൽസ് IOC ബഹ്റൈൻ്റെ FB പേജിൽ സന്ദർശിച്ചാൽ മതി. യെസ്, അടുത്ത റിക്വസ്റ്റ് സരിത ജി പിള്ളെ ആവണിക്കാണ് റിക്വസ്റ്റ് തന്നിരിക്കുന്നത്. ഓക്കെ. സോ പ്ലീസ് സിംഗ് ജിയാ ജലെ. അയ്യോ, അതും എനിക്ക് അത്ര പിടിയില്ല, ഞാൻ കേട്ടിട്ടൊക്കെ ഉള്ളൂ. ട്രൈ ചെയ്യാൻ നോക്കുന്നോ? ഒരു അഡ്വഞ്ചർ അല്ല, ആദ്യത്തെ 2 ലൈൻ അറിയാം. നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് കേൾക്കാലോ. ആകെ 2 വരിയേ അറിയത്തുള്ളൂ, 2 വേർഡ്സേ അറിയത്തുള്ളൂ. ഓ അങ്ങനെ, ഓക്കെ. എന്നാ നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടക്കാം. സജിത ബാലകൃഷ്ണൻ, അയ്യോ അതല്ല, ഓക്കെ. നയന ദിനേശാണ് നെക്സ്റ്റ് റിക്വസ്റ്റ് തന്നിരിക്കുന്നത്. ആവണി പ്ലീസിംഗ് സിൻഡ്ര ആ ഹേന തൂ. ഓക്കെ, അതെന്റെ കസിനാ. ഓ, കസിൻ പണി നടത്തുന്നുണ്ടല്ലോ. ഇപ്പം പറഞ്ഞില്ല, അപ്പച്ചിയുടെ മോളാ. ഓക്കെ. സോ ക്രിഷ് പ്രേം വീരു പ്ലീസിംഗ് ചാഞ്ചാടി ആടി. അപ്പൊ അത് സെർച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചോ ആവണിന്റെ സോങ്ങിൽ. ഓക്കെ. मंजिले रुसवा है, खोया है रास्ता, आए ले जाए इतनी सी इल्तिजा, ये मेरी जमानत है, तू मेरी अमानत है, मुझको इरादे दे, कस्मीन देवा दे दे, मेरी दुआओं के इशारों को सहारे दे, दिल को ठिकाने दे, नए बहाने दे, ख्वाबों की बारिशों को मौसम के पैमाने दे, अपने करम की करदाए कर दे इधर भी तो निगाहे, सुन रहा है ना तू, रो रही हूँ मैं, सुन रहा है ना तू, क्यों रो रही हूँ मैं, सुन रहा है ना तू, रो रही हूँ मैं, सुन रहा है ना तू, क्यों रो रही हूँ मैं यारा. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയി വരാം. ഇവിടെ പരം കുറെ ഇമോജീസും ആക്ഷൻസ് എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ ബ്രേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വേഗം റീചാർജ് ആയിട്ട് വരാം. യു ആർ വാച്ചിങ് റേഡിയോ റംഗ് പ്രസന്റിംഗ് ചോക്ലേറ്റ് കോ സ്പോൺസർഡ് ബൈ മസാലി റെസ്റ്റോറന്റ്, വനിത ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്. ഒരു ഷോർട്ട് ചോക്ലേറ്റി ബ്രേക്ക്. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും
color your life. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി Radio Rang, color your life. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി Radio Rang, color your life. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി Radio Rang, color your life. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി Radio Rang, color your life. Welcome back. You're watching Radio Rang presenting Chocolate, co-sponsored by Mazali Restaurant and Vanida Textiles and Readymades. അടുത്ത റിക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്തത് സുനിൽ അങ്കിൾ റിക്വസ്റ്റ് ചെയ്തതാണ് പരം പ്ലീസിങ് ഇളവനൂർ മഠത്തിലെ. കറക്റ്റ് അല്ലേ? അതെ, അത് എന്ത് പറ്റി? പഠിച്ചിട്ടുള്ളതായിരുന്നു, പക്ഷെ അത് പഴയ ഒരു പാട്ടും ഓർമ്മയുണ്ടോ? എന്നാൽ നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടക്കാം. രവി അങ്കിളാണ് അടുത്ത റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവണി ഗുഡ് സിംഗ് അനദർ കവിത പ്ലീസ്. ഓക്കെ, ഞാൻ ശ്രമിക്കാം. ഞാൻ പാടിയിട്ടൊക്കെ വരാം. രക്തമെല്ലാം ഒഴുകിപ്പോയി ക്ഷയിച്ചു ശക്തി, സിരകൾ റിക്തമായി, പ്രാണപാശമറുമാറായി. അക്കിടപ്പിലും അവളായുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തല. രാഗവൈഭവം കണ്ടോ? അഥവാ ഇവൾ കെഴുമി ഭാവബന്ധ ബലത്താൽ തൻ ശിഥിലമായ തൽപ്രാണൻ തങ്ങി നിൽപ്പതാം. അന്തിമമാം മണമർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹനേ
രഹസ്യമാർക്കറിയാവൂ. Next, Jibin Thomas, Veeruta sing a song for your Ponnu. Ponnu ആരാണ്? കൂടെ താമസിച്ചിരുന്നാണ് അനിയന്റെ മാരി എനിക്ക്. ഓ ഓക്കെ, അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് അതോടൊപ്പം തന്നെ ശശി അങ്കിൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരം പ്ലീസ് തങ്കത്തോണി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ റിക്വസ്റ്റ് അല്ല അല്ല ആൾക്കാ. ഓക്കെ, അല്ല എന്നാ ഫസ്റ്റ് റിക്വസ്റ്റ് തീർത്തിട്ട് സെക്കൻഡ് റിക്വസ്റ്റിലേക്ക് പോയാൽ മതി. ഓക്കെ, ഷീജ രഘുനാഥ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ജലിയെ സൂപ്പർബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനയ കോൺട്രാക്ടിങ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുനിൽ മാത്യു ആവണി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിജു പൊന്നൻ അങ്കിൾ കുറെ റിക്വസ്റ്റ് കുറെ സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. ദിനേഷ് കുമാർ ഗ്രേറ്റ് മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സജിത ബാലകൃഷ്ണൻ ബ്യൂട്ടിഫുൾ. അതെ, ഒരു പാട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാടാനുള്ളതുണ്ട്, അപ്പൊ അത് പാടുന്നുണ്ട്. ഇപ്പൊ അതാണോ പാടാൻ പോകുന്നത്? അത് കുറച്ചുകൂടിയും കുറച്ചുകൂടി സോഫ്റ്റ് ആണ്, ഇതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഞങ്ങൾ പാടാൻ പോകുന്നത്. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യനാവത്തു പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. പുലർനിലാച്ചില്ലയിൽ കുളിരിടും മഞ്ഞിന്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാം. അലയുമീ തെന്നലൻ കരളിലെ തന്ത്രിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാം. മിഴികളിൽ കുറുകുന്ന പ്രണയമാ പ്രാവിന്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. താനെ തുറക്കുന്ന ജാലകച്ചില്ലയിൽ ചിത്രം തെളിഞ്ഞതാവാം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. അടുത്തത് നിഷിൽ ഈരായി. പ്ലീസ് സിംഗ് എ ഡ്യുവറ്റ് സോങ് കല്ലായി കടവത്തെ. സന്തോഷ് അങ്കിൾ ആവണി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്ര രഞ്ജിത്ത് ആവണി ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ, റിക്വസ്റ്റിലേക്ക് വരാം. ഐശ്വര്യ ആവണി സൂപ്പർ 2 ഹാർട്ടിന്റെ ഇമോജി ഇട്ടിട്ടുണ്ട്. സന്ദീപ് ബാബു നീല രാവിൽ സോങ് പ്ലീസ് സിംഗ് ഫോർ മീ. സോങ് പാടിയില്ലേ? അതെ, പാടി. ഓക്കെ, അങ്കിൾക്ക് വേണ്ടി വേറെ സോങ്. സോറി, പക്ഷെ ഇതൊക്കെ പാടിക്കഴിഞ്ഞതായോണ്ടാണ്. അതിനർത്ഥം അങ്കിള് ലേറ്റ് ആയിട്ടാ വന്നതെന്നാ. ഇനി അങ്കിൾ അടുത്ത പ്രാവശ്യം മുതൽ അടുത്ത ആഴ്ച മുതൽ നേരത്തെ വരണം അങ്കിൾ. കറക്റ്റ് 7 മണി മുട്ടുമ്പോ വരണം അങ്കിൾ. പ്രവീൺ മേൽപ്പത്തൂർ നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മായ സനൽ ഗുഡ് ജോബ് ബോത്ത് ഓഫ് യു. 2 ക്ലാപ്പ്. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈന ഇന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൽ വെൺചന്ദ്രനായി ഞാൻ അരികത്ത് നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. പട്ടുതൂവാലയും
വാസന തൈലവും അവൾക്കു നൽകാനായി കരുതി ഞാൻ. പട്ടുറുമാലു വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം മതിയവൾക്ക്. കടവത്ത് തോണിയിറങ്ങാൻ കരിവളമി കൈ പിടിക്കാൻ അതു കണ്ട് ലാവ് പോലും കൊതിച്ചോട്ടെ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈന ഇന്നും ഉറങ്ങിയില്ല. സജിത ബാലകൃഷ്ണൻ, യു ആർ റോക്കിംഗ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി താങ്ക് യു സോ മച്ച്. ജിബിൻ തോമസ് 3 ഇമോജി ഇട്ടിട്ടുണ്ട്. ശില്പ വിശ്വനാഥ്, ശില്പ ചേച്ചി സൂപ്പർ വീരൂട്ട എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇമോജി ഇട്ടിട്ടുണ്ട്. സനൽകുമാർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിബിൻ തോമസ് എഗെയിൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ശശി അങ്കിൾ, പരം പ്ലീസിങ് മനസ്സിൻ മണിച്ചിമിഴിൽ മമ്മൂട്ടിയുടെ. ദിനേശ് കുമാർ ആവണി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സനൽ കുമാർ ഗോപിനാഥ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് റിക്വസ്റ്റ്. മനസ്സിൻ മണിച്ചിമിഴിൽ പനി നീർത്തുള്ളിപ്പോൾ വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ. മനസ്സിൻ മണിച്ചിമിഴിൽ പനി നീർത്തുള്ളിപ്പോൾ വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ. മാഞ്ഞു പോകുമീ മഞ്ഞും നിറസന്ധ്യ നീർക്കുമീരാവും ദൂരെ ദൂരെ എങ്ങാനും ഒരു മൈന മൂളുമീ പാട്ടും ഒരു മാത്രമെൻ്റെ മൺകൂട്ടിൽ ചാരാത്ത വാതിൽക്കൽ വന്നെത്തി എന്നോടു മിണ്ടാതെ പോകുന്നുവോ. മനസ്സിൻ മണിച്ചിമിഴിൽ പനി നീർത്തുള്ളിപ്പോൾ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക് നിങ്ങൾ രണ്ടുപേരും. ഇനി നമുക്ക് കുറച്ച് നേരം ഭയങ്കര ഇന്ററാക്ഷൻ ആയാലോ? അതിന് നല്ല സമ്മതം രണ്ടുപേർക്കും. ഓക്കെ, സോ നിങ്ങളുടെ ഫാമിലിനെ പറ്റി വീട്ടിൽ ആരൊക്കെയുണ്ട് രണ്ടുപേരുടെ? എൻ്റെ വീട്ടില് ഒരു അനിയനുണ്ട്, അച്ഛനും അമ്മയും. പേര്? അച്ഛൻ്റെ പേര് സജിത് കുമാർ, അമ്മയുടെ പേര് രമ്യ, അനിയന്റെ പേര് അക്ഷജ്. അവര് അങ്കിളും ആന്റിയും വർക്ക് ചെയ്യുന്നതൊക്കെ എവിടെയാണ്? അച്ഛൻ അല്ലാഹില്യ കോൺട്രാക്ടിങ് കമ്പനി എന്ന് പറഞ്ഞ്, അമ്മ ടീച്ചറാണ് എൻ്റെ സ്കൂളിൽ തന്നെ അല്ലൂരിൽ. ഏത് സബ്ജക്റ്റാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്? കെമിസ്ട്രി. ഓക്കെ, അപ്പൊ കെമിസ്ട്രി ഇഷ്ടമാണോ? എനിക്ക് സയൻസിനവിടെ കൂടുതലും താല്പര്യം. സയൻസിൽ ഹെൽപ്പ് ചെയ്യാൻ അമ്മ ഉണ്ടല്ലോ. അപ്പൊ വലുതാകുമ്പോ സയൻസിലേക്കാണോ? അങ്ങനൊക്കെ പോകണമെന്ന് ആഗ്രഹം. എന്താവണമെന്നാണ് ആഗ്രഹം? തീരുമാനിച്ചിട്ടില്ല. അടിപൊളി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഏത് അംബിഷൻ ആയാലും മേ യു അച്ചീവ് ഇറ്റ്. ആൻഡ് ഇവിടെ അച്ഛൻ, അമ്മ, ഒരു കുഞ്ഞനിയത്തി. പേര്, വർക്കിംഗ് എല്ലാം പറ. അച്ഛൻ്റെ പേര് വിനോജ്, അമ്മയുടെ പേര് ദിവ്യ. ഒരു മിനിറ്റ്, ഈ മൈക്ക് കുറച്ച് അടുത്ത് വെച്ച്. അനിയത്തിയുടെ പേര് ചാർവി. 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 ചാർവി കറക്റ്റ് തന്നെ. അത് അങ്ങനത്തെ ഒരു പേര് നല്ല പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പേരാ. മീൻസ് കാരണം ആർക്കും ഇല്ലാത്ത പേര് നോക്കിയിടുമ്പോ. അപ്പൊ പരമനും പരം എന്ന് പേരിട്ടത് അങ്ങനെ തന്നെയാണോ?
അതെ, ആർക്കില്ലല്ലോ ഇവിടെ. ശരിയാ, പോയിന്റ്. ഓക്കെ, സോ നിങ്ങളിപ്പോ രണ്ടുപേരും 8th അല്ലേ? അപ്പൊ സെയിം സ്കൂളിലാണോ രണ്ടുപേരും? അല്ല, ഞാൻ അല്ലൂരില്, ഞാൻ ഏഷ്യൻ സ്കൂൾ. അപ്പൊ ഇപ്പൊ മ്യൂസിക് എത്ര കാലമായി പഠിക്കുന്നു? രണ്ടുപേരും 7 വർഷത്തോളമായി. ഒരുമിച്ചാണോ തുടങ്ങിയത്? അല്ലല്ല, തുടങ്ങി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കണ്ടുമുട്ടി. ഒരു ദിവസം പാട്ട് പാടുന്ന, ഞങ്ങളിങ്ങനെ കോമ്പറ്റീഷൻ ഗ്രൂപ്പ് സോങ്സ് ഒക്കെ പാടും. അപ്പൊ വേറെ വേറെ ഗ്രൂപ്പാ, പക്ഷെ എന്നാലും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇങ്ങനെ കാണും. അങ്ങനെ. ഓ അങ്ങനെ. സോ നിങ്ങളുടെ ഗുരു ആരാണ്? ഞങ്ങളുടെ ഗുരു RAV സന്തോഷ് സാറാണ്. രണ്ടുപേരുടെ ഇത്ര 7 വർഷമായിട്ട്? അതെ. ഓ, അപ്പൊ സാർ എങ്ങനെയാ, ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? സാറാണോ? ഭയങ്കര ഫണ്ണി ക്യാരക്ടറാണ്. അതല്ല, നമ്മളെ അല്ലല്ല പഴഞ്ചൊല്ല് ഇങ്ങനെ പറയിപ്പിച്ചിട്ട് ചില സമയത്ത് ഞങ്ങളെ കളിയാക്കും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല, വഴക്ക് പറയില്ല. അപ്പൊ പരമിന് സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? അവനിക്ക് സയൻസ് ആന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കുമ്പോ ഗെയിംസ്. ഗെയിംസിന്റെ ഫുട്ബോളിന്റെ ഒരു പീരീഡ് ഒക്കെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള സബ്ജക്ട് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ അതിനോട് കുറച്ചുകൂടി മോർ ഇൻട്രസ്റ്റ് ഉള്ളത് അതാണ്. ആ സബ്ജക്റ്റിലേക്ക് ഭയങ്കര ഹാർഡ് വർക്കിങ്ങും ഹോംവർക്ക് എല്ലാം നടത്തുന്നല്ലേ? അതല്ല, അങ്ങനെ ചോദിക്കുമ്പോ അപ്പൊ ഇംഗ്ലീഷ് ആയിരിക്കും സെക്കൻഡ് ആയിട്ട് വരുന്നത്, ഗെയിംസ് കഴിഞ്ഞിട്ട് വരുന്നത്. കാരണം ഇംഗ്ലീഷ് ആവുമ്പോ അത്രയ്ക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കുറവായിരിക്കും ബാക്കി എല്ലാത്തിനേക്കാളും. അപ്പൊ ഒന്ന് ചോദിക്കട്ടെ, ഇംഗ്ലീഷ് ആണോ മലയാളമാണോ ഇഷ്ടം? മലയാളം. ഇംഗ്ലീഷ് അത് മലയാളം എഴുതാനൊക്കെ ഭയങ്കര പാടാ. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയല്ലോ. ഇംഗ്ലീഷ് ഇതുപോലെ പണ്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ലേ. പക്ഷെ ഇംഗ്ലീഷ് നമ്മളെ സ്കൂളിലും പഠിക്കുന്ന, എന്റെ സ്കൂളിൽ മലയാളം ഇല്ല. തേർഡ് ലാംഗ്വേജ് അങ്ങനെയല്ല ഉണ്ട്. അത് ഞങ്ങൾക്ക് ഫ്രഞ്ചും അറബിക്കും ഒക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഫ്രഞ്ച് എടുത്തു. ഫ്രഞ്ചോ? അപ്പൊ എന്തെങ്കിലും ഫ്രഞ്ചിലൊന്ന് സംസാരിച്ച കേൾക്കട്ടെ. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാം. എന്നോട് ചോദിക്കില്ല, എന്തെങ്കിലും സംസാരിച്ചു, എനിക്ക് ചോദിച്ചു. ഓക്കെ, ഞാൻ എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഓക്കെ. സോ ആവണി സജിത് കുമാർ ഇൻട്രൊഡക്ഷൻ പറയാൻ പോവുകയാണ് ഡിയർ വ്യൂവേഴ്സ് ഇൻ ഫ്രഞ്ച്. കറക്റ്റ് ആണോന്നൊന്നും അറിയില്ല. എത്ര വർഷം ഫ്രഞ്ച് പഠിക്കുന്നു? അത് ഞങ്ങൾ തേർഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കുന്നതല്ല, അപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ പഠിക്കുന്നു. ഇപ്പോഴും ഏത് ക്ലാസ് മുതൽ പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഗ്രേഡ് മുതൽ. ആരെങ്കിലും ഫ്രഞ്ച് കാണുന്നുണ്ടോ? ഞങ്ങൾ ഇപ്പോഴും സീസൺസിനെ കുറച്ചൊക്കെ പഠിക്കുവാണ് ഫ്രഞ്ചില്. എന്നാലും ഏകദേശം 8 വർഷമായാലും പഠിക്കുന്നോ? ഞങ്ങൾ ഇത്രയും വർഷം 1, 2, 3 സീസൺസും ഫുഡിനെ കുറിച്ച് എല്ലാം പഠിച്ചോണ്ടിരുന്നത്. അടിപൊളി. ഓക്കെ, കേൾക്കട്ടെ. ഓക്കെ. ജമാപ്പൽ ആവണി എന്ന് വെച്ചാൽ എൻ്റെ പേര് ആവണി. ജാബി തേ ബഹ്റൈൻ, ഐ ലിവ് ഇൻ ബഹ്റൈൻ. ജസ്വീസ് 8th അനി എന്ന് വെച്ചാൽ ഐ എം ഇൻ 8th grade. ഓ ഓക്കെ, അടിപൊളിയായിരുന്നു. പരം തേർഡ് ലാംഗ്വേജ് ഏതാണ്? മലയാളം. അത് പിന്നെ ഞാൻ പറയിപ്പിക്കുന്നത്. വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയോ മലയാളം അല്ലാതെ? മലയാളം അല്ലാതെ അല്ലല്ല, അച്ഛന്റെ കൂടെ പണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബസ്സിലത്തെ കിളിയൊക്കെ ഇല്ലേ, അതായത് ഈ കണ്ടക്ടർ മാതിരി. അപ്പൊ എന്ന് വെച്ചാൽ കൂടെ നടക്കുന്ന നേരത്ത് എന്ന് വെച്ചാൽ വേറെയുള്ള ഭാഷകളൊക്കെ കേൾക്കുമ്പോ ആ നേരത്ത് തമിഴ് ചില സമയത്തൊക്കെ മനസ്സിലാവും, ചിലതൊക്കെ അത്രയ്ക്ക് കട്ടിയായിട്ടുള്ള വാക്കെന്ന് പറഞ്ഞു ചിലതൊക്കെ മനസ്സിലാവും. തമിഴ് എനിക്കും കുറച്ചൊക്കെ അറിയാം. അപ്പൊ തമിഴ് സിനിമയൊക്കെ കാണാറുണ്ടോ? തമിഴും ഹിന്ദിയും മലയാളം. തമിഴാ ഹിന്ദിയാ മലയാളം? മലയാളമാണ് കാണാറുള്ളത്. ഹിന്ദി മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള. പക്ഷെ കൂടുതൽ ഞാൻ ഹിന്ദിന്റെ വേറെ ഏതെങ്കിലും ലാംഗ്വേജിന്റെ CD വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സബ് ടൈറ്റിൽസ് വായിച്ചിട്ട് ഞാനത് എന്താന്ന് നോക്കുന്നത്. എനിക്ക് അങ്ങനെ മനസ്സിലാവത്തില്ല. സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, മലയാളം ഒഴികെ ബാക്കി. പിന്നെ പക്ഷെ കൂടുതലും കേൾക്കാൻ ഇഷ്ടം ഹിന്ദി പാട്ടുകളാണ്. പാടാൻ അത്ര ലിറിക്സ് ഒന്നും നമുക്ക് കേൾക്കുമ്പോ ഹിന്ദി മനസ്സിലാവാത്ത ആളായതുകൊണ്ട് കേൾക്കുമ്പോൾ നമുക്കൊന്നും ഓർമ്മ. പരമിനോ ഏത് ലാംഗ്വേജ് എന്നോട് കൂടുതൽ ഇഷ്ടം? പാടുമ്പോ കൂടുതലും മലയാളമാണ്. കാരണം അത് സ്വന്തം ലാംഗ്വേജ് ആയതുകൊണ്ടും കൂടിയും അത് കേൾക്കാനും ഇതാക്കാനും എന്ന് വെച്ചാൽ പാടാനും അതിന്റെ കൂടെ മനസ്സിലാക്കുക. കാരണം ബാക്കിയുള്ള ലാംഗ്വേജ് ഒക്കെ
നമ്മൾ കേട്ടിട്ട് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി വേറെ ആൾക്കാർ പറഞ്ഞു തരണം. ഇതിപ്പോൾ സ്വന്തം ഭാഷയാവുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഏകദേശം ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എനിക്കാണെങ്കിലും പാടാൻ താല്പര്യം മലയാളമാണ്, കാരണം അത് പഠിക്കാനൊക്കെ സിമ്പിളാണല്ലോ, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആണല്ലോ. പക്ഷെ കേൾക്കാൻ കൂടുതലും ഇഷ്ടം ഹിന്ദി. ഓക്കെ, അടുത്ത റിക്വസ്റ്റിലേക്ക് അടക്കാം. അടുത്തത് ആവണിക്കാണ് റിക്വസ്റ്റ്. ചിത്ര രഞ്ജിത്ത് ആവണി പ്ലീസ് സിംഗ് ആപ്കെ നസറോ സോങ്. ഓക്കെ. आपकी नजरों ने समझा प्यार के काबिल मुझे, दिल की धड़कन ठहर जा, मिल गई मंजिल मुझे, आपकी नजरों ने समझा. जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला, कह रही है हर नजर बंदा परवर शुक्रिया, हंस के अपनी जिंदगी में कर लिया शामिल मुझे, दिल की ये धड़कन ठहर जा, मिल गई मंजिल मुझे, आपकी नजरों ने समझा. ഓക്കെ, ഇനി ഒരു തമിഴ് സോങ് ആയാലോ? ഏതെങ്കിലും ഒരു തമിഴ് സോങ് നിങ്ങളുടെ ആരെങ്കിലും പരമ്പര? ഓക്കെ ഓക്കെ, ആവണിയാണോ പാടുന്നത്? പഠിക്കട്ടെ. ലേഡീസ് ഫസ്റ്റ്. ലേഡിയോ ഗേളല്ലേ? ലേഡി ആയാലും ഗേൾ ആയാലും La 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 la. சின்ன சின்ன வண்ணக்குயில் கொஞ்சி கொஞ்சி கூவுதம்மா, புரியாத ஆனந்தம் புதிதாக ஆரம்பம், புரியாத ஆனந்தம் புதிதாக ஆரம்பம், பூத்தாடும் தேன் முட்டு நானா நானா. சின்ன சின்ன வண்ணக்குயில் கொஞ்சி கொஞ்சி கூவுதம்மா. மன்னவன் பேரை சொல்லி மல்லிகை சூடிக்கொண்டே, மன்மதன் பாடலொன்று நெஞ்சுக்குள் பாடிக்கொண்டே, சொல்லத்தான் என்னையும் இல்லையே பாசைகள், என்னவோ ஆசைகள் என்னதின் ஓசைகள், மாலை சூடி மஞ்சம் தேடி மாலை சூடி மஞ்சம் தேடி காதல் தேவன் சந்நிதி காணா 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 காணா. சின்ன சின்ன வண்ணக்குயில் கொஞ்சி கொஞ்சி கூவுதம்மா, புரியாத ஆனந்தம் புதிதாக ஆரம்பம், புரியாத ஆனந்தம் புதிதாக ஆரம்பம், பூத்தாடும் தேன் மொட்டு നാനാ നാനാ. അപ്പം നാളെ ഇതേപോലെ വി ഹാവ് എ ലൈവ് ഷോ ആൻഡ് നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ലൊരു ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാം ആണ് നാളെ എലൈറ്റ് ജിംഗിൾ ബെൽസ് എന്നൊരു അടിപൊളി പരിപാടിയാണ്. സോ ആരും കാണാൻ മറക്കരുത്. കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ക്രിസ്മസ് അടിച്ചു പൊളിച്ചോളൂ.
നാളെ ബഹ്റിൻ സമയം 7 മണിക്കാണ് കേട്ടോ ഈ പരിപാടി, എലൈറ്റ് ജിംഗിൾ ബെൽസ്. സോ ആരും മിസ് ചെയ്ത് റേഡിയോ റങ്ങിൻ്റെ FB പേജിലായിരിക്കും ഈ പ്രോഗ്രാം നടക്കുക. അതുപോലെ തന്നെ സാറ്റർഡേ വി ഹാവ് സിംഫണി ആൻഡ് സൺഡേ വി ഹാവ് റങ് എക്സ്പ്രസ്, മൺഡേ വി ഹാവ് റങ് ദ്യുതി. സോ ഈ പ്രോഗ്രാംസ് എല്ലാം വൈകിട്ട് 7 മണിക്കാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാവരും റേഡിയോ റങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് പ്രസന്റ് ആയിരിക്കണം. ആൻഡ് ഇതുവരെ റേഡിയോ റങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ വേഗം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ്രോയിഡ് ഫോൺസ് ഉള്ളവർക്ക് പ്ലേ സ്റ്റോറിൽ പോയി റേഡിയോ റങ്കെന്ന് ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആൻഡ് ആപ്പിൾ ഫോൺസിൻ്റെ ഓണേഴ്സിന് ഇൻ്റർനെറ്റിൽ പോയി www.radiorang.com എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരുപാട് പ്രോഗ്രാംസും സോങ്സും എല്ലാം ആസ്വദിക്കാൻ കഴിയുന്നതായിരിക്കും. സോ വേഗം തന്നെ ചെയ്യുക കേട്ടോ. അടുത്ത സോങ് മുമ്പേ ഒരു അങ്കിൾ ഒരു റിക്വസ്റ്റ് അയച്ചില്ലായിരുന്നു, തങ്കത്തോണി. അപ്പൊ അത് എനിക്കറിയാം, ഞാനത് പാടാം. എനിക്കൊന്ന് ഷഫിളായി പോയി, അങ്കിള് ചോദിച്ചില്ല. അപ്പൊ നമ്മള് തിനകൊയ്യാ പാടത്ത് കതിരാടും നേരം, ഏലേലപ്പുഴയോരം മാനോടും നേരം, തിനകൊയ്യാ പാടത്ത് കതിരാടും നേരം, ഏലേലപ്പുഴയോരം മാനോടും നേരം, നെയ്യാമ്പൽ പൂത്തണ്ടിൽ തിരയാടും നേരം, മൂളിപ്പോയി കാറ്റും ഞാനും ഓ തങ്കത്തോണി, തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കണ്ണീലക്കുമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാൻ എന്നെത്താനുണ്ടേ, തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. അടിപൊളി. സോ ബഹ്റിൻ നാഷണൽ ഡേയോടനുബന്ധിച്ച് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അല്ലെങ്കിൽ IOC ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുമായി അവരുടെ സഹകരണത്തോടെ ഒരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. ആൻഡ് ബെസ്റ്റ് 10 ഫോട്ടോഗ്രാഫേഴ്സിനായിരിക്കും സമ്മാനം ലഭിക്കുക. സോ ഫോട്ടോഗ്രാഫേഴ്സ് ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ വേഗം തന്നെ 66334422 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഫോട്ടോസ് വാട്സപ്പ് ചെയ്താൽ യു മേ ബി വിന്നർ. അപ്പോൾ വേഗം തന്നെ ഒരു ട്രൈ ചെയ്ത് നോക്കുക. യു ക്യാൻ ബി ദ വിന്നർ. സോ ഫോർ മോർ ഡീറ്റെയിൽസ് IOC ബഹ്റിൻ്റെ FB പേജ് സന്ദർശിച്ചാൽ മതി. അടുത്ത പരം തീരുമാനമായി. ഇനി പരം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ എത്ര സമയം എടുക്കും? ചിലതൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞതാവുമ്പോഴാണ് ഇത് പഠിച്ചിരുന്നതാണ്, അപ്പൊ ഇത് വേറെ നോക്കണം. ഒരു ഹിന്ദി പാട്ടുണ്ട്. ഓക്കെ, പഴയതാണ്. ഈ പഴയതാണെന്ന് പറയുമ്പോൾ എന്ത് ഇത്ര സങ്കടം? അല്ല, കാരണം ഈ പുതിയ പാട്ടുകളിൽ എന്ന് വെച്ചാൽ കൂടുതലും റോക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റുന്നതായിരിക്കും. പഴയത് അങ്ങനെ ചോദിക്കുമ്പോ പഴയതല്ലേ കേൾക്കാൻ രസം. പക്ഷെ പഴയത് എനിക്ക് ചില സമയത്ത് ചിലത് ഇഷ്ടല്ലേ? അങ്ങനെ ചോദിക്കുമ്പോ അതെന്ന് വെച്ചാ ഭയങ്കര ലാഗിങ് ആയി തോന്നും ചില സമയത്ത്. അങ്ങനെ കേൾക്കാൻ സ്വീറ്റ് ആയിരിക്കും. പക്ഷെ എന്താ വെച്ചാ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഒരു ഇവൻ ഉദ്ദേശിക്കുന്നില്ല യോയോ സ്റ്റൈലായിട്ട്. അപ്പൊ അങ്ങനത്തെ സോങ്സിനോടാണ് താല്പര്യം. പക്ഷെ എന്താ വെച്ചാ പാട്ടുകളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ അടിപൊളി. അതുകൊണ്ടാണ് ഈ പഴയ സോങ്സ് പറയുമ്പോ ഒരു മുഖത്തൊരു വിഷമം, സങ്കടം കൊണ്ട് പാടുന്ന പാട്ടാ. പഠിക്കാം. घर से निकलते ही
कुछ दूर चलते ही रास्ते में उसका घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर घर से निकलते ही मासूम चेहरा नीचे निगाहें बोली सी लड़की बोली अड़ायन ना अप्सरा है ना वो परी है लेकिन ये उसकी जादूगरी है दीवान कर दे वो एक रंग भरते वो शर्मा के देख जिधर घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर. Next song, Avanikana request, Chitra Ranjit. Avani, please sing Kannan Tumbi Poramo. Okay. Yes. Shashangal വേറെ റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. പരം പ്ലീസ് സിംഗ് അനുരാഗിണി ഇതായൻ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഭാഗ്യം ഓർമ്മയുണ്ട്. ഓക്കെ, സോ അത് സെറ്റ് ചെയ്ത് വെച്ചോ. ഓക്കെ. തീത്തേ തീത്തേ നൃത്തം വയ്ക്കും പൂന്തെന്നൽ മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി തുമ്പക്കൂടങ്ങളെ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം പാട്ടിൻ്റെ കൂട്ടുകാരെ മിന്നിത്തിളങ്ങുമൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ മല ഏറെ ഇഷ്ടം കിങ്ങിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. അടുത്തത് പരമിനിസ. ഇതെടേന്നാണ് പാടുന്നത്. കായലിൻ പ്രഭാത ഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീയറിഞ്ഞു മമ മോഹം നീയറിഞ്ഞു അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ മൈനകൾ പദങ്ങൾ പാടുന്നു കൈതകൾ വിലാസമാടുന്നു
മൈനകൾ പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു, കനവെല്ലാം കതിരാകുവാൻ എന്നുമെൻ്റെ തുണയാകുവാൻ വരദേ. അനുവാദം നീ തരില്ലേ, അനുവാദം നീ തരില്ലേ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അടുത്ത റിക്വസ്റ്റിലേക്ക് കടന്നാലോ? അടുത്തത് കുറച്ചും കൂടി ഡിഫറെന്റ് റിക്വസ്റ്റ് ആണ്. കൃഷ് പ്രേം, ആവണി ക്യാൻ യു ട്രൈ കിം കിം? എന്താ ചിരിക്കുന്നത്? അതെ, എനിക്ക് കേട്ട പരിചയമുള്ളൂ. കാരണം എല്ലാരും ഇപ്പൊ ഈ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേട്ട് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. കിം 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 മേ 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 കാന്ത കാതോർത്തു നിൽപ്പു ഞാൻ, വരാത്തതിന്റെ കാന്ത, കാന്ത കാതോർത്തു നിൽപ്പു ഞാൻ, വരാത്തതിന്റെ കാന്ത. ഇമ്പമുള്ള തേൻമൊഴി നീ എന്തേ തരുന്നതില്ല, കിം 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 വരാത്തതിന്റെ മേ 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 മേ. 1 2 3 4 കിം 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 ദും തദിങ്കിണ മേ 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 ഡിഷ്കേം. ഓക്കെ, ഈ ചാലഞ്ച് ചെയ്തായിരുന്നോ? ഇത് കൂടുതൽ പെൺകുട്ടികളല്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഷനൽ സിയം, കിളിയെ കിളിയെ ഒരു മണിമേഘത്തോപ്പിൽ ഈ പാട്ട് ഒന്ന് പാടാമോ? ആരോടാണ് ഇത്? ആരോടില്ല, ആരെങ്കിലും. കേൾക്കാത്ത പാട്ടാ ഞങ്ങൾ രണ്ടുപേരും. നെക്സ്റ്റ്, അയ്യോ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ പോയി. അമൃതാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ റിപ്ലൈ ഗെയിംസ്. ഗെയിംസ് നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഫേവറേറ്റ് സബ്ജക്റ്റ്. ദിനേശ് കുമാർ ഗ്രേറ്റ് ആവണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്ര രഞ്ജിത്ത് ആവണി താങ്ക് യു എന്ന് അറിയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സോങ് ദിനേശ് കുമാറാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരോ കാമഴി വെച്ച, അതൊരു ലൈറ്റ് മ്യൂസിക്കാ. എന്നാ അതും എനിക്ക് കുറച്ചേ അറിയത്തുള്ളൂ. ഞാൻ പാടിയിട്ടൊക്കെ ഉള്ളതാ, പക്ഷെ അതിന്റെ ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ആണ്. ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ, ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. പഴകിയൊരോർമ്മയായി മിഴിനീരുവാർക്കും, പഴകിയൊരോർമ്മയായി മിഴിനീരുവാർക്കും, പാരിരുൾ തറവാടിൻ മുന്നിൽ ഒരിക്കൽ കൂടെ തിരുമുറ്റത്തെത്തുന്നു ഓണനിലാവും ഞാനും, ഈ ഓണനിലാവും ഞാനും. സോ നമ്മുടെ മസാലി റെസ്റ്റോറൻറ്റിൻ്റെ ആൻസേഴ്സ് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയെങ്കിലും ഒരുപാട് പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ സാന്റാക്ലോസിൻ്റെ സ്ലേയിൽ എത്ര റെയിൻഡിയേഴ്സ് ഉണ്ടെന്നായിരുന്നു ഇന്നത്തെ ചോദ്യം. എത്ര റെയിൻഡിയേഴ്സ് ഉണ്ട്? 5 6 അയ്യോ 4. അതല്ല കാരണം കാരണം എല്ലാ കാർട്ടൂണിലും ഉണ്ടല്ലോ ആദ്യം ഒരാളുണ്ടാവും. കാർട്ടൂണുകാർ പണി കുറക്കാനല്ലേ ഇങ്ങനെ കുറച്ച് റെയിൻഡിയേഴ്സിനാക്കുന്നത്. ശരിക്കും എത്ര റെയിൻഡിയേഴ്സ്? ഞാൻ പറയാം 8 6 5 അല്ലെങ്കിൽ 4 ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. 5 അല്ലായിരിക്കും.
ഹിന്റ് ഇപ്പൊ പറഞ്ഞതിൽ ഒന്നിലുണ്ട്. 4 9 അല്ല, 12 8 റെയിൻഡിയേഴ്സ് ഉണ്ട്. അത് ഞാൻ അവസാനം 8 എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആൻസേഴ്സ് ഒരുപാട് പേര് പറഞ്ഞവരിൽ നിന്ന് ഒരാളെ നറുക്കെടുക്കുകയായിരിക്കും. ഓക്കെ, ഇതിന്റെ അകത്ത് രഞ്ജിത്ത് പിള്ളை. ആരാണ്? ഓക്കെ, രഞ്ജിത്ത് പിള്ളை അങ്കിളാണ് ഈ ആഴ്ചത്തെ വിന്നർ. അങ്കിൾ കൺഗ്രാറ്റുലേഷൻസ്. വേഗം തന്നെ റേഡിയോ രംഗുമായി ബന്ധപ്പെട്ടാൽ അങ്കിൾക്ക് മസാലി റെസ്റ്റോറൻറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഡിന്നർ കൂപ്പൺ ആയിരിക്കും സമ്മാനമായി ലഭിക്കുന്നത്. അങ്കിൾക്കും അങ്കിളുടെ ഫാമിലിക്ക് അടിച്ചു പൊളിച്ചൊരു അടിപൊളി ഡിന്നർ കഴിക്കാവുന്നതായിരിക്കും. സോ വേഗം തന്നെ റേഡിയോ രംഗിനെ കോൺടാക്ട് ചെയ്യുക, FB പേജ് വഴിയോ അല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വാട്സപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. അങ്കിൾ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ബാക്കി എല്ലാവർക്കും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പോൾ ഇപ്പൊ ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 2 മണിക്കൂർ ഏകദേശം പാടി തീർത്തു. ഇനി ലാസ്റ്റ് ഒരു എന്താ പറയുക, ക്രിസ്മസിന്റെ എന്തെങ്കിലും സോങ് ആയാലോ? ഓക്കെ, ഞാൻ പാടാം. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. അമൃതാൻ്റെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, മെരി ക്രിസ്മസ് ടു ഓൾ വ്യൂവേഴ്സ് ആൻഡ് ചോക്ലേറ്റ്സ്. അതിൻ്റെയോടൊപ്പം ഡാൻസ് കൂടി ആവായിരുന്നു ആവണി കിം കിം. ഓക്കെ, അതിന്റെ അല്ല, എനിക്ക് അതിന്റെ സ്റ്റെപ്പ് ഒന്നും അറിയത്തൊന്നുമില്ല. എന്നാലും അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യണം. ഓക്കെ, എന്നിട്ട് എനിക്ക് അയച്ചേരണേ. ഓക്കെ, സോ 2 പേർക്കും മെരി ക്രിസ്മസ്, അടിപൊളി ക്രിസ്മസ് ആയിക്കോട്ടെ. ആൻഡ് നെക്സ്റ്റ് ഇയർ ഹാപ്പി ന്യൂ ഇയർ, അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഇവന്റെ മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷമെങ്കിലും ഒരു നല്ല വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് പരം ആൻഡ് ആവണി. നമ്മൾ ഇത്ര നേരം അടിപൊളിയായി എന്റർടൈൻ ചെയ്തതിന്. അടിപൊളി സോങ്സ് ആയിരുന്നു, സൂപ്പർ സിംഗിങ് ആയിരുന്നു 2 പേരുടെയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു കൃഷ്ണ. ആൻഡ് വ്യൂവേഴ്സ്, താങ്ക് യു സോ മച്ച്. ഇത്ര കട്ട സപ്പോർട്ടായി ഇപ്പോഴും കമന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നോ കുറവ്. അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ആൻഡ് വി താങ്ക് അവർ co-sponsors വനിത ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ആൻഡ് മസാലി റെസ്റ്റോറൻറ്റ്. മസാലി റെസ്റ്റോറൻറ്റ് എല്ലാവരും പോയി ട്രൈ ചെയ്യണം കേട്ടോ. മനാമ ഗോൾഡ് സിറ്റിക്ക് സമീപമാണ്. വേഗം തന്നെ പോയി ട്രൈ ചെയ്തോളൂ. ആൻഡ് ഒരു പാട്ട് പാടിക്കൂടെ? അതെ, കൃഷ്ണ ഒരു പാട്ട് പാടുന്ന ആളല്ലേ എന്തായാലും. അങ്ങനെയൊന്നും പറയില്ലേ. നിങ്ങളൊക്കെ 7 വർഷം പഠിച്ചിട്ട് പാട്ട് പാടി വരുന്ന പാട്ട് അല്ല, ജസ്റ്റ് ഒരു പാട്ടിന്റെ 2 വരികള് ഞാൻ എങ്ങനെങ്കിലും മുങ്ങിന്ന് വിചാരിച്ചിരിക്കും. ഇല്ല, ഞങ്ങളിങ്ങനെ നോക്കി ഇത്ര നേരം ഞങ്ങൾക്കിട്ട് പണിയൊന്നുമില്ലേ. ഓക്കെ, ഇപ്പൊ ഇത്ര നേരം ഓർമ്മയില്ല. ഓക്കെ, ഒരു സോങ് ഞാൻ നേരത്തെ നിങ്ങൾ പണി തരുന്ന വിചാരിച്ചിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, തെറ്റുണ്ടാവും കേട്ടോ. ഞാനെന്നൊരു ജന്മം നീ തന്ന സമ്മാനം സോറി കേട്ടോ, സാരമില്ല.
എനിക്ക് കുറച്ച് മാത്രം അറിയായിരുന്നു നേരത്തെ പഠിച്ചതിൽ നിന്ന്. ഞാൻ ഫസ്റ്റ് പാരാഗ്രാഫ് പാടുന്നതായിരിക്കും. ഓക്കെ. ഉയരിൻ നാഥനെ ഉലകിൻ നാഥീരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ, ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന വാക്കിൻ പൊരുളേ. എൻ്റെ മുൾപാതയിൽ ഉൾപ്പൂവു നീ തൂവിടുന്നു, എൻ്റെ കണ്ണീർ കണം തൂവാല പോൽ മായ്ക്കുന്നു നീ. ഉയരിൻ നാഥനെ ഉലകിൻ നാഥീരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഞാൻ ഇന്ന് ഉച്ചക്ക് പഠിച്ച പാട്ട്, അതുകൊണ്ടാണ് കട്ടായി പോയത്. സോ സന്തോഷങ്ങളൊരു റിക്വസ്റ്റ് അല്ല, ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മെരി എക്സ്മസ് മൈ ഡിയേഴ്സ് കുട്ടീസ്, കൃഷ്ണ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച് അങ്കിൾ. വിഷിംഗ് യു ടു എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെരി ക്രിസ്മസ്. അഡ്വാൻസ് ന്യൂ ഇയർ വിഷസ് ആൻഡ് മെരി ക്രിസ്മസ്. ടാറ്റാ. ലെറ്റ്സ് വൈൻഡ് അപ്പ്. This is VJ Krishna signing off live from Radio Rang Studio. അതിനു മുമ്പ് ഒന്നും കൂടി പറയട്ടെ, നാളെ എല്ലാവരും മറക്കരുത് 7 മണിക്ക് നിങ്ങളുടെ പരിപാടിയൊക്കെ മാറ്റി വെച്ച് ഞങ്ങളുടെ FB പേജിലേക്ക് വന്ന് ഞങ്ങളുടെ എലൈറ്റ് ജിംഗിൾ ബെൽസ് എന്ന അടിപൊളി സ്പെഷ്യൽ എക്സ്മസ് പരിപാടി കാണണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം. സോ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പരിപാടിയിലേക്ക് പോയിക്കോളൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി സൈൻ ഓഫ് ചെയ്യുന്നത് ദിസ് ഇസ് VJ Krishna signing off live from Radio Rang Studio. Good night, Merry Christmas, Happy New Year. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കലയും താണ്ടി Radio Rang, color your life.